വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മലേറിയ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അടിയന്തര യോഗം ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനം കൈക്കൊണ്ടു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കു ഫീവർ 16ഓളം പേർക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇതിനായുള്ള നടപടികൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നടന്നു വരുന്നതിനിടയിലാണ് 24-ാം വാർഡിൽ തേങ്ങാക്കല്ലിൽ മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൂടുതൽ ആളുകളിലേക്ക് രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളുടെ ആലോചനാ യോഗത്തിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയത്. ഇതിൽ പ്രധാനമായും എസ്റ്റേറ്റ് അധികൃതർ, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ, വ്യാപാര വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വ്യാപാര വ്യവസായ സമിതി അംഗങ്ങൾ എന്നിവരാണ് പങ്കാളികളായത്. ഈ സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കൊതുകുകൾ കൂടുതൽ മുട്ടയിട്ട് വിരിയാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വീടുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ തന്നെ നടത്തണം. മാലിന്യ നിക്ഷേപം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നും യോഗം വിലയിരുത്തി. ഇതിന് വിവിധ വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുടെയും പൊതുജനങ്ങളുടെയും സംയുക്തമായ പ്രവർത്തനം നടത്തും. രോഗം കണ്ടെത്തുന്നതിനു വേണ്ടിയും മുൻകരുതലിനു വേണ്ടിയും എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായുള്ള സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഇതുകൂടാതെ അന്യ സംസ്ഥാനത്ത് നിന്നും എത്തുന്ന തൊഴിലാളികളുടെ ലിസ്റ്റ് ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യ വകുപ്പ്, അതോടൊപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് എന്നിവർക്ക് കൃത്യമായി നൽകണം. അതുകൂടാതെ അതിഥി തൊഴിലാളികൾ 3 ദിവസത്തിനുള്ളിൽ പരിശോധനയ്ക്ക് വിധേയമാവുകയും ഫലം വരുന്നത് അനുസരിച്ച് വേണം ജോലിയിൽ പ്രവേശിക്കാനും. ഇക്കാര്യങ്ങൾ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ളതാണ് യോഗത്തിൽ തീരുമാനിച്ചത്. ഇതോടൊപ്പമാണ് അനധികൃതമായി മാലിന്യം ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്നത് ഈ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരികയാണ്. വെള്ളം താഴുന്നതോടെ ജനവാസ മേഖലയിൽ തന്നെ അടിഞ്ഞുകൂടുകയും പിന്നീട് ഇതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പെരിയാർ, ചോറ്റുപാറ, കൈത്തോട്, പെരിയാർ നദി തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനുള്ള നടപടി കൂടി ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുഭാഷ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. തോട്ടം തൊഴിലാളികൾ കുറച്ചുപേരൊക്കെയാണ് പഴയ അവസ്ഥയിൽ നിന്ന് മാറി 4-1 തൊഴിലാളികളാണ് അധിവസിക്കുന്നതെങ്കിലും അവർ താമസിക്കുന്ന ലൈൻസുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. മിറ്റങ്ങളൊക്കെ കുണ്ടും വെളിയൊക്കെ ആയിട്ടാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. മാലിന്യങ്ങൾ പ്രോപ്പറായി സെഗ്രിഗേഷൻ നടത്തി ജൈവ മാലിന്യം ഒന്ന് കുഴിയിൽ കൊണ്ട് നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ പല മാനേജ്മെന്റുകളും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. പെരിയാർ പാണിമാറ ചെയ്തു കൊടുക്കുന്നുണ്ട്. XML കഴിഞ്ഞ 4-5 മാസമായിട്ട് പുതിയ വെൽഫെയർ വന്നതിന് ശേഷം ചെങ്കര, മൂന്നരാറ്, കൈമൂക്ക്, വളാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സെൽവത്തായി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി സുന്ദരരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത നേശയൻ, ആന്റണി ചാക്കോ, ദിവ്യ പി, വാണിപ്രിയ തുടങ്ങിയവരും, ചുരക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയമോൾ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. മലേറിയ രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ ഗ്രാമപഞ്ചായത്തും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിച്ചു നടത്തുന്ന പ്രവർത്തനത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണം എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.